വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും 850 മീറ്റർ ഡിസ്റ്റൻസ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെൻറ്റ് 380 ലിങ്സ് സ്ഥലത്തെ 2180 സ്ക്വയർ ഫീറ്റിലെ ഈ ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷനിൽ വന്നിട്ടുള്ള ഈ വീടിന് 2 എലിവേഷൻ വ്യൂ ആണ് വരുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി ധാരാളം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. 3.6 മീറ്ററാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നോർത്ത് സൈഡിലും വെസ്റ്റ് സൈഡിലും റോഡാണ് വരുന്നത്. വളരെ മനോഹരമായി ചെയ്ത ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിനുള്ളത്. ധാരാളം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ വീടിന് 2 സ്ലൈഡിംഗ് ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായി 5.5 മീറ്റർ വീതിയുള്ള ഒരു ഗേറ്റാണ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു വിക്കറ്റ് ഗേറ്റും അപ്പുറത്തായിട്ട് ഒരു 3.3 മീറ്റർ വിഡ്ത്തുള്ള ഒരു ഗേറ്റും വരുന്നുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 14.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വടക്ക് ഭാഗത്താണുള്ളത്. 8 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ കോബിൾ സ്റ്റോണും ഇൻ്റർലോക്ക് കട്ടകളുമാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് പോകാം, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. 9.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിങ്ങുകൾ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്, അതായത് തെക്ക് ഭാഗത്ത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും ഈ ഒരു വീടിന് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചൻ്റെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ വന്നിരിക്കുന്നു. കൂടാതെ ഇവിടെയായിട്ട് ഒരു 2 സിലിണ്ടർ വയ്ക്കാവുന്ന രീതിയിൽ ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 10 അടി നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സിറ്റ് ഔട്ടിൻ്റെ 2 ഭാഗത്തായി നാച്ചുറൽ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടി ഈ ഒരു സിറ്റ് ഔട്ടിന് 3-4 ചെയർ ഇടാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പ്ലാവിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഇവിടെ ഈ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് വലിയൊരു 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ഡക്ക സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട്. ഈ പില്ലർ പാനലിംഗ് വർക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വിശാലമായ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. 16.5 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്കും ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഇവിടെയായിട്ട് പർഗോളകൾ നൽകി ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വാഷ് കൗണ്ടറിൻ്റെ സ്പേസിലേക്കാണ് പോകുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോമനിയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടും ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്.
ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കവർ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിനുള്ളൊരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് നൽകി സ്പോട്ട് ലൈറ്റും ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെയും ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിട്ടുള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഡോറൊക്കെ കൊടുത്ത് ക്ലോസ് ചെയ്തെടുത്താണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും താഴെയായി സ്റ്റോറേജും വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൊമനയുടെ ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകി എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS-ഉം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. 13.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായി ഒരു സീറ്റിംഗ് യൂണിറ്റും വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സൊമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഇവിടെയായിട്ട് ഒരു 2 ഡോർ വിൻഡോയും ഒരു ചെറിയ ഡോറുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഡോർ വഴി നമുക്ക് ചെറിയൊരു ബാൽക്കണിയിലേക്ക് പോകാം. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലുകൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. സൊമനയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു വാഷ്റൂമിന് നൽകിയിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 17 അടിയോളം നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റും വാൾഡ്രോബും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൊമനയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സോസ്റ്റ് ഫാന് ഈ ഒരു ബാത്റൂമിനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്.
ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 10.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബാൽക്കണിക്ക് ധാരാളം സീലിംഗ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹാൻഡ് റെയിൽ വരാനുണ്ട്. ഈ വീടിന് GMൻ്റെ സ്വിച്ചസും വി ഗാർഡിൻ്റെ വയേഴ്സുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 850 മീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 1.4 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ, കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് 6.6 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 1.5 കിലോമീറ്റർ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് 13 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7.3 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. 4 സെന്റ് 380 ലിങ്സ് സ്ഥലത്ത് 2180 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,15 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.